പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഫീൽ ചെയ്തുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറെ പ്ലാറ്റ്ഫോമുകളാണ് നമ്മൾ പറയുന്നത്. അതിന്റെ ബിസിനസ് യൂസസ് എന്താണെന്നൊക്കെ പറയുന്നത്. ഒന്നാമത് നമ്മൾ പറയുന്നത് ഫേസ്ബുക്ക് ആണ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ തന്നെ പറയുന്നതാണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മളെ ഒരു 30 വയസ്സിന് മുകളിലുള്ള അതിനടിയിലുള്ള ആളുകളെ എവിടെയാണുള്ളത്? ഇൻസ്റ്റാഗ്രാമിലാണ് പറയുന്നത്. ഇത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ്. കണക്റ്റിംഗ് പീപ്പിൾ, ബിസിനസ് ആൻഡ് കമ്മ്യൂണിറ്റി. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുക, ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുക, വീഡിയോസ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഫോർ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് കുറെ ഇത് താല്പര്യമുള്ള ആളുകൾ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഫേസ്ബുക്ക് പേജ് ആണ് ബിസിനസ്, ബ്രാൻഡ്, പബ്ലിക് ഫിഗർ, രാഷ്ട്രീയക്കാരൊക്കെ ഫേസ്ബുക്ക് പേജുകളാണ്. ഫേസ്ബുക്ക് ആഡ് ഫോർ ടാർഗറ്റഡ് മാർക്കറ്റിംഗ്. ഇതിന്റെ ബിസിനസ് യൂസ് എന്ന് പറയുന്നത് ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കുക, എൻഗേജ്മെന്റ്, കസ്റ്റമർ സപ്പോർട്ട്, ആഡ്സ്. ബിസിനസ്സസ് ക്യാൻ ക്രിയേറ്റ് പേജ് ടു ഇന്ററാക്ട് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. റൺ പ്രൊമോഷന് റൺ ചെയ്യാൻ സാധിക്കും. ട്വിറ്റർ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ആണ്. നമ്മളെ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം ആണ്. ബ്ലോഗ് ചെയ്യുക, നമ്മളെ അഭിപ്രായങ്ങൾ, കണ്ടന്റ്, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ അതിനൊക്കെ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. ഷെയറിംഗ് ഷോർട്ട് റിയൽ ടൈം അപ്ഡേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ട്വീറ്റ്. കീ ഫീച്ചേഴ്സ് 250 ക്യാരക്ടർ പോസ്റ്റ് ആണ് ഇതിൽ സാധ്യം. റീട്വീറ്റ്, ഹാഷ്ടാഗ് ആൻഡ് ട്രെൻഡിങ് ടോപ്പിക്കുകൾ റീട്വീറ്റ് ചെയ്യും. നമ്മൾ അതിന് റീട്വീറ്റ് ചെയ്യുക. ഹാഷ്ടാഗ് എന്നൊക്കെ പല മീറ്റു പോലുള്ളതൊക്കെ ട്വിറ്ററിലാണ്. ഡയറക്റ്റ് മെസ്സേജിങ് ആൻഡ് മെൻഷൻ സാധ്യമാണ്. ബ്രാൻഡ് എൻഗേജ്മെന്റ്, കസ്റ്റമർ സർവീസ്, ന്യൂസ് അപ്ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ. ഇൻസ്റ്റാഗ്രാം നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ്. വിഷ്വൽ കണ്ടന്റ് ഷെയറിംഗ് ത്രൂ ഫോട്ടോസ്, സ്റ്റോറീസ്, വീഡിയോസ്. അതെന്ന് പറഞ്ഞാൽ ഇമേജ് പോസ്റ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, റീൽസ് പോലുള്ള കാര്യങ്ങളാണ്. ഡയറക്റ്റ് മെസ്സേജിങ് നടക്കും. ഹാഷ്ടാഗ് ഒക്കെ അതുപോലുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത് ഷോക്കേസിംഗ് പ്രൊഡക്റ്റ്, നമ്മളെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യുക, ഷെയറിംഗ്, ബ്രാൻഡ് കൾച്ചർ ഷെയർ ചെയ്യുക, ഇൻഫ്ലുവൻസർ പാർട്ണർഷിപ്പ്. ഇനി അടുത്തത് ലിങ്ക്ഡിൻ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്കൽ സ്കില്ലൊക്കെ ഉള്ള ആളുകൾ അവരുടെ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, പല ഇപ്പോഴത്തെ പുതിയ കമ്പനികൾക്കൊക്കെ ജോലിക്ക് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വേണം. ഓക്കെ, അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ബിസിനസ്സേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഇതിലുണ്ടാവുക. അവരുടെ ഒരു നെറ്റ്വർക്കിംഗ് ഒരു പ്ലാറ്റ്ഫോം ആണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. പ്രൊഫൈൽ, പ്രൊഫഷണൽ കണക്ഷൻ, എൻഡോഴ്സ്മെന്റ്. ലിങ്ക്ഡിൻ ആർട്ടിക്കിൾ ഫോർ തോട്ട് ലീഡർഷിപ്പ്. ലിങ്ക്ഡിനിലൂടെ ആർട്ടിക്കിളൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. ജോബ് പോസ്റ്റിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് പല ജോബ് എവിടെയൊക്കെ ജോലി ഉണ്ട് എന്നുള്ള സാധ്യതകളൊക്കെ ഇതിൽ നിന്ന് അറിയാൻ സാധിക്കും. റിക്രൂട്ട്മെന്റ് ഇതിലൂടെ സാധ്യമാണ്. ഇൻഡസ്ട്രി നെറ്റ്വർക്കിംഗ്, B2B മാർക്കറ്റിംഗ്. ഓക്കെ, ഇനി സ്നാപ്ചാറ്റ് മൾട്ടിമീഡിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ്. സ്നാപ്ചാറ്റ് സെൻഡിങ് ടെമ്പററി ഫോട്ടോ, വീഡിയോസ്, മെസ്സേജ് ദാറ്റ് ഡിസപ്പിയർ ആഫ്റ്റർ വ്യൂ. കണ്ടു കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആവും. സ്റ്റോറീസ്, ഫിൽറ്റേഴ്സ്, ലെൻസസ് ഉള്ള എൻഗേജിങ് യങ്ങർ ഓഡിയൻസ് ആണ് ഇതിലുള്ളത്. ക്രിയേറ്റീവ്, ഫൺ, ടെമ്പററി കണ്ടന്റുകളാണ്. പിൻട്രസ്റ്റ് ഇമേജ് ആൻഡ് ഐഡിയ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, പിൻട്രസ്റ്റ് എന്ന് ഡിസ്കവറിങ്, ഷെയറിംഗ് ഇമേജ് റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ്, ഹോബീസ്, പ്രൊജക്ട് കാര്യങ്ങൾ. പിൻബോർഡ് ഫോർ കാറ്റഗറൈസിംഗ് കണ്ടന്റ് കാറ്റഗറി, വിഷ്വൽ, ബുക്ക് മാർക്കിംഗ്, ഇൻസ്പിറേഷൻ. ഇനി ഇതിന്റെ ബിസിനസ് എന്ന് പറയുന്നത് വിഷ്വൽ മാർക്കറ്റിംഗ് സാധ്യമാണ്. ഇൻസ്പിറേഷൻ മാർക്കറ്റിംഗ്, പ്രൊഡക്റ്റ് ഡിസ്കവറി, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ സാധ്യമാണ്. ഇനി യൂട്യൂബ് വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്ലോഡിംഗ്, ഷെയറിംഗ് ആൻഡ് ഡിസ്കവറിംഗ് വീഡിയോസ്, ലോങ് ഫോം വീഡിയോ കണ്ടന്റ് ആണ്. ലൈവ് സ്ട്രീമിംഗ്, പ്ലേലിസ്റ്റ്, യൂട്യൂബ് ഷോർട്ട് ഒക്കെ ഇതിൽ സാധ്യമാണ്. വീഡിയോ മാർക്കറ്റിംഗ്, ട്യൂട്ടോറിയൽസ്, പ്രൊഡക്റ്റ് റിവ്യൂ, ബ്രാൻഡ് അവയർനെസ് ഒക്കെ ഇതിലൂടെ സാധ്യതയുണ്ട്. ഇതിൽ ബിസിനസ്സേഴ്സും ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബ് യൂസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ വീഡിയോസിന്, അഡ്വർടൈസ്മെന്റ്, ഷോക്കേസിംഗ്, പ്രൊഡക്റ്റ് ഓർ സർവീസ്. ടിക്ടോക്ക് ഷോർട്ട് ടേം വീഡിയോ പ്ലാറ്റ്ഫോം ആണ്. ക്രിയേറ്റിംഗ്, ഷെയറിംഗ് ഷോർട്ട് എൻഗേജിംഗ് വീഡിയോസ് ആണ്. 15 to 60 സെക്കൻഡ്. മ്യൂസിക്, ചലഞ്ചസ്, എഫക്റ്റീവ് ട്രെൻഡ്സ്. ടിക്ടോക്ക് അൽഗോരിതം പ്രൊമോട്ട് വൈറൽ കണ്ടന്റ് ബേസ്ഡ് ഓൺ യൂസർ ഇന്ററാക്ഷൻ. ഓക്കെ, എൻഗേജിംഗ് യങ്ങർ ഓഡിയൻസ് ആണ് ഇതിലുള്ളത്. ഇന്ത്യയിൽ അത് നിരോധിച്ചിട്ടുണ്ട്. വാട്സപ്പ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആണ്. വോയിസ്, വീഡിയോ കോൾ ഒക്കെ ഇതിൽ സാധ്യമാണ്. വൺ ഓൺ വൺ, നമ്മൾ ഒരാളായിട്ട് മറ്റൊരാളായിട്ട് ചാറ്റ് ചെയ്യാൻ സാധ്യമാണ്. ഗ്രൂപ്പ് ചാറ്റ് സാധ്യമാണ്. സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, വോയിസ് മെസ്സേജിംഗ്, കസ്റ്റമർ സപ്പോർട്ട്, ഡയറക്റ്റ് മെസ്സേജിംഗ്, പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് ബിസിനസ് യൂസസ്. പിന്നെ വാട്സപ്പ് ബിസിനസ് പോലുള്ള മേഖലകൾ സാധ്യമാണ്. ടെലഗ്രാം മെസ്സേജിംഗ് കമ്മ്യൂണിക്കേറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് വിത്ത് സ്ട്രോങ് പ്രൈവസി ഫീച്ചേഴ്സ്. ചാനൽ ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജിംഗ് ചാനൽ ഇതിൽ സാധ്യമാണ്. ഗ്രൂപ്പ് ചാറ്റ് സാധ്യമാണ്. ബ്ലോട്ട്, എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, കൂടുതൽ ആളുകൾ ഉള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഫേസ്ബുക്ക് വാട്സപ്പിനെ കാട്ടിലും ടെലഗ്രാം ആണ് നല്ലത്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, കസ്റ്റമർ സപ്പോർട്ട്, കണ്ടന്റ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ഓക്കെ, ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു.